ഖുദ്സിയ മോട്ടിവേഷനിലേക്ക് വീണ്ടും സ്വാഗതമാണ്. നാം ഇൽമുള്ളത് കൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല. ഇൽമു ധാരാളമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആകാശം വരെ നോക്കി ഇൽമു പറയാൻ കഴിവുള്ള വലിയ വലിയ കേമന്മാർ വന്ന് അവരെല്ലാം നഷ്ടപ്പെട്ടു പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കാരണം അവരുടെ മനസ്സ് നന്നാക്കാത്തത് കൊണ്ടാണ്. നാം ഒരാളെക്കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാവൂ, ഒരാളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ, ഒരാളെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾക്കാവൂ. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഉള്ളത്. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവനെക്കുറിച്ച് അസൂയയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം നിറച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഇൽമുണ്ടാകും, ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഫിഖ്ഹ് മസ്അല ധാരാളം അറിയും, ഹദീസിൻ്റെ വലിയ വലിയ ക്രോഡീകരണം തന്നെ അറിയും. പക്ഷേ അറിവുള്ളത് കൊണ്ട് ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സ്വഭാവശൈലി മാറ്റാതെ ഒരാളെ കാണുമ്പോൾ ഇൻസൾട്ട് ചെയ്യുക, ഒരാളെ മറ്റുള്ളവൻ്റെ മുന്നിൽ ഇൻസൾട്ടായി ഇകയറ്റി സംസാരിക്കുക, ഇതെല്ലാം നഷ്ടത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും ആയിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് നാം നടപ്പിലാക്കാൻ മുതിരുന്നില്ല. ഇതാണ് നമുക്ക് നഷ്ടം. അതുകൊണ്ട് ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നാം എൻ്റെ മനസ്സ്, എൻ്റെ സ്വന്തം നഫ്സ് നന്നായിട്ടുണ്ടോ എന്ന് ചിന്തിക്കലാണ് വേണ്ടത്. സ്വഭാവം നന്നായില്ലെങ്കിൽ മനുഷ്യൻ പിന്നെ നന്നാവൂല എന്നുള്ളത് ഉറപ്പല്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ വിശേഷിപ്പിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി തങ്ങൾ വിശിഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആ സ്വഭാവ ശൈലി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഇവിടെ വളരെ ഉന്നതമായ രീതിയിൽ ജീവിച്ച് മനുഷ്യന്മാരുടെ ഇടയിൽ വലിയ സ്ഥാനങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് പ്രധാനമാണ്. അത് നാം ചില്ലറയായി കണക്കാക്കിയാൽ നമുക്കതുകൊണ്ട് വലിയ നഷ്ടമാണ്. ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മെ ചേഞ്ചാക്കാനുള്ള ഏറ്റവും ഒരു മൂലമായ കാരണം